ശിവദൂതനായ നാരദനെ ദാരികൻ രാജസഭയിൽ വച്ചു വധിക്കാൻ ശ്രമിച്ചതറിഞ്ഞ കോപിഷ്ഠനായ പരമശിവൻ തന്റെ മൂന്നാം കണ്ണു തുറക്കുകയും തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്ന് ലോകമാതാവായ ആദിപരാശക്തി ശ്രീ ഭദ്രകാളി രൂപത്തിൽ സർവായുധധാരിയായി മനോഹരമായ കറുത്ത നിറത്തോടെയും കോടി സൂര്യന്മാരുടെ തേജസ്സോടെയും പ്രത്യക്ഷപ്പെട്ടു. ദാരികനെ വധിച്ച് ലോകത്തിന് മംഗളം ചെയ്യുവാൻ ശിവൻ ഭദ്രകാളിയോട് ആവശ്യപ്പെടുന്നു. 6 മാതാക്കളും ശിവന്റെ ഭൂതഗണങ്ങളും ദേവിക്ക് അകമ്പടി സേവിച്ചു. വേതാളത്തിന്റെ തോളിലേറി ഭദ്രകാളി വേഗത്തിൽ ദാരികാപുരിയിലേക്ക് കുതിച്ചു. ഒരെണ്ണം ഗണപതിയിലേക്ക്, ഒന്ന് ഭഗവതിക്കോ അല്ലെങ്കിൽ വാഹനത്തിനോ ആയിട്ട് സങ്കല്പിച്ചാണ് നമ്മൾ നേരിക്കേണ്ടത്. വിഗ്രഹാരാധന തുടങ്ങിയപ്പോൾ മുതൽ നമ്മളുടെ മനസ്സിലേക്ക് ഒരു സങ്കല്പം കയറി വരണല്ലോ. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ആ രൂപങ്ങൾ വെച്ച് ആരാധന തുടങ്ങിയിട്ട്. പക്ഷെ അന്ന് വേതാളത്തിന്റെ രൂപം വെക്കണോ എന്നുള്ള മറുചോദ്യം അവിടെ ഉണ്ടാവാം. അപ്പൊ വേതാളത്തിന് ചിലപ്പോൾ ഈ വാഹന പൂജ നമുക്ക് ക്ഷേത്രങ്ങളിലുള്ള കൊടിമരമുള്ള സ്ഥലത്ത് വാഹനത്തിൽ പോവുക എന്നുള്ള ഒരു രീതിയിലുണ്ട്. ഒരു പക്ഷേ വേണമെങ്കിൽ വേതാളത്തിന്റെ ഭദ്രകാളിയുടെ വാഹനമാണ് വേതാളം. വേതാളത്തിനെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്ന ഒരു ചടങ്ങായിട്ട് വേണമെങ്കിൽ എടുക്കുക. 2 രീതിയിൽ തന്നെ എടുക്കാം. അണിയറയിലെ നീദ്യം കഴിഞ്ഞാൽ കാളിക്ക് ചുട്ടി കുത്താൻ തുടങ്ങുകയായി. കണക്ക് തെറ്റിയപ്പോളൂ പച്ചരിയുടെ 1/3 ഭാഗം ചുണ്ണാമ്പ് അരച്ച് അത് ഉരുട്ടിയെടുക്കും. പച്ചരി അത് 3ആയിട്ട് ഭാഗിച്ചതിന് ശേഷം അതിന്റെ ഒരു ഭാഗത്തിന്റെ അത്രയും ചുണ്ണാമ്പ് ചേർക്കും. അപ്പൊ പൊള്ളില്ല. ചുണ്ണാമ്പിന്റെ പശ കൊണ്ടാണ് ഇത് പിടിച്ചിരിക്കുന്നത്. ആ മൊന പോലെ വരുന്നതും ആ ചുണ്ണാമ്പിന്റെ ഇതുകൊണ്ടാണ്. സ്ഥിരം വേഷം കെട്ടുമ്പോ ഇങ്ങനെ ചുട്ടിയാകുമ്പോ നമ്മുടെ സ്കിന്നിനൊക്കെ അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ? അങ്ങനെ എനിക്ക് ചുണ്ണാമ്പ് കൂടി പോയി പൊള്ളിയിട്ടുണ്ട്. പലപ്പോഴും പൊള്ളാറുണ്ട്. പക്ഷെ ഇതിനെ ഇപ്പൊ 2 വർഷമായിട്ട് അങ്ങനെ പൊള്ളലും അനുഭവപ്പെടാനില്ല. ചുണ്ണാമ്പ് കൊണ്ട് പൊള്ളിയ അടക്കയുടെ പങ്ങിയടക്ക തേയ്ക്കുക, അല്ലെങ്കിൽ മറ്റേ പങ്ങിയടക്കിയിട്ട് വെളിച്ചെണ്ണം കാച്ചി അത് തേയ്ക്കുക. ഇത് മാത്രമേ അതിന് പരിഹാരവും. മാലയ്ക്ക് കഴുത്താരം, വള, ഹസ്തകടം, കാളിയുടെ മാർത്ത് കെട്ടുന്നതിന് കഥകളിയിൽ മുലക്കൊരലാരെന്ന് പറയും. ഞങ്ങള് മുലമാറ് എന്നാണ് പറയുന്നത്. കാളിയുടെ കയ്യിൽ യുദ്ധസമയത്തിരിക്കുന്ന കടുത്തില എന്ന് പറഞ്ഞ ആയുധമാണ്. പിന്നെ നമ്മൾ അകത്തുനിന്ന് പൂജിച്ചു മേടിക്കുന്നത് വളഞ്ഞ വാള്. കിരീടത്തിന് വലിയ മുടി, കർണാഭരണത്തിന് കാതോല എന്നിങ്ങനെ പോകുന്നു കാളിയുടെ ആഭരണങ്ങൾ. ചുട്ടിക്ക് ശേഷം ഉടുത്തുകെട്ട് തുടങ്ങുകയായി. വേതാള സങ്കല്പമാണ്. വേതാളത്തിന്റെ പുറത്തിരുന്ന് കാളി പടക്കുന്നു. ഈ വിരലിന്റെ അറ്റത്ത് ഡ്രസ്സിന്റെ ഒരു ഇത് കൊളുത്തിടാറില്ലേ ചില സമയത്ത്? പോക്ക് അല്ലെങ്കിൽ അനുഷ്ഠാന കലകൾക്കൊന്നും തന്നെ മോഹം കാണിക്കില്ല. ആദ്യം ബേസ് മറിച്ചിട്ട് ആദ്യം തിരിയുമ്പോ തീയാട്ടിനായാലും മുടിയനായാലും തിരിയുമ്പോ മാത്രമേ ബേസ് കാണിക്കൂ. അപ്പൊ വിളക്കത്തേക്ക് പോകുമ്പോൾ നമ്മള് ഇപ്പൊ വിളക്കത്തേക്കാണ് അല്ലെങ്കിൽ അണിയറ അകലെയാണ് നടക്കിലേക്ക് പോകണമെങ്കിൽ മുഖം മറച്ചു പിടിക്കുക എന്നുള്ളൊരു സങ്കല്പം കൂടെ അതിനകത്തുണ്ട്. അതാണ് മെയിനായിട്ടും അങ്ങനെ ഉദ്ദേശിക്കേണ്ടത്. ഞാൻ 25ാമത്തെ വയസ്സിൽ കാളി വേഷം കെട്ടി ആദ്യമായിട്ട്. ഞാനിപ്പോ 1650 കാളി വേഷം. 33 വർഷമായി കാളി വേഷം കെട്ടാൻ തുടങ്ങി. അച്ഛൻ 92 മരിക്കുമ്പോൾ 93 ഞാൻ കാളി കെട്ടി തുടങ്ങി. ഇപ്പൊ 33 വർഷം. കാളി വേഷം കെട്ടി നടക്കലേക്ക് വരുമ്പോ ആ വാള് കയ്യിൽ കിട്ടണേക്ക് മുമ്പും വാള് കയ്യിൽ കിട്ടിയതിന് ശേഷമുള്ള ആ ഒരു ഡിഫറൻസ് എന്താ ഫീൽ ചെയ്യണം? പറയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. കാരണം മൂവ്മെന്റിൽ എന്താണ് നമ്മുടെ ഉദാഹരണം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഭഗവതിയുടെ അകത്താട്ടുന്ന വാള് അല്ലെങ്കിൽ ഭഗവതിയുടെ സൈറ്റിൽ തരുന്ന മാല, അത് നമ്മളിലേക്ക് അണിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ പരിവേഷം എന്താണെന്ന് നമുക്കത് ഒരു ഡെഫിനറ്റായിട്ട് പറയാൻ പറ്റില്ല.
കേരളത്തിലെ പ്രശസ്തനായ മുടിയേറ്റ് കലാകാരനാണ് ശ്രീ ഉണ്ണികൃഷ്ണമാരാർ. കീഴിലം കൂത്തുവാതുക്കൽ രാധാമണിയമ്മയുടെയും പെരുമ്പള്ളി താഴത്തേമാരാത്ത് ശങ്കരൻകുട്ടിമാരാരുടെയും മകനായി ജനനം. മുടിയേറ്റ് കലയിലെ പിതൃപാരമ്പര്യവും വേഷത്തോട് തോന്നിയ കമ്പവും ഉണ്ണികൃഷ്ണമാരാരെ ആ രംഗത്തേക്ക് പ്രേരിപ്പിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തൻ്റെ ഗുരുവായ അച്ഛൻ്റെ കൂടെ നിന്ന് മുടിയേറ്റിനെ കണ്ടും കേട്ടും കൂടുതലായി അറിഞ്ഞു. തുടർന്ന് തൻ്റെ 15-ാം വയസ്സിൽ ദാരികൻ പുറപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് തുടക്കം. കാളിവേഷം അവതരിപ്പിക്കുന്നതിന് മുൻപായി അദ്ദേഹം ശിവൻ, നാരദൻ, ദാരികൻ, ദാനവേന്ദ്രൻ, കോയമ്പട നായർ, കൂളി എന്നീ 6 വേഷങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. പിതാവിൻ്റെ മരണശേഷം 1993 ആദ്യമായി കാളിവേഷം കെട്ടുന്നു. തുടർന്നിങ്ങോട്ട് 1650 പരം കാളിവേഷങ്ങൾ കെട്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പേരിലുള്ള ശങ്കരൻകുട്ടിമാരാർ സ്മാരക മുടിയേറ്റ് പഞ്ചവാദ്യ സംഘം കേരളത്തിലുള്ള ദേവീക്ഷേത്രങ്ങളിൽ മുടിയേറ്റ് അവതരിപ്പിച്ചു പോരുന്നു. മുടിയേറ്റിൽ അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ ചെറുതല്ല. 2002 കേന്ദ്ര മാനവശേഷി വകുപ്പിൻ്റെ ജൂനിയർ ഫെലോഷിപ്പും 2021 കേന്ദ്ര മാനവശേഷി വകുപ്പിൻ്റെ സീനിയർ ഫെലോഷിപ്പും നേടി. ഇതിനു പുറമെ 4 സ്റ്റേറ്റ് അവാർഡുകളും. അത് ഇപ്രകാരം: 2010 2020 ഫോക്ലോർ അക്കാദമി അവാർഡും 2012 2016 സംഗീത നാടക അക്കാദമി അവാർഡും. ഇതിനു പുറമെ സേവാഭാരതി, തപസ്യ, അമൃതാനന്ദമയി മഠം ഏർപ്പെടുത്തിയ മറ്റനേകം ആദരവുകളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് അദ്ദേഹം. യുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ ഇടം നേടിയ മുടിയേറ്റ് ഇന്ന് മധ്യ കേരളീയരുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാകുമ്പോൾ അതിൽ ഓർമ്മിക്കപ്പെടേണ്ട മുടിയേറ്റ് കലാകാരന്മാരിൽ ഒരാൾ കൂടിയാണ് ശ്രീ ഉണ്ണികൃഷ്ണമാരാർ. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയും കടന്ന് ഇംഗ്ലണ്ട്, കൊറിയ, അമേരിക്ക, സിംഗപ്പൂർ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലും മുടിയേറ്റിനെ കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മൂവ്മെന്റ് പോലും ഇല്ലാതെ ഒരു നിമിഷം പോലും ഇല്ല. കണ്ണിനാണെങ്കിൽ കണ്ണിന്, കൈക്ക് ഒരു എന്തായാലും അതിപ്പോ കണ്ണിനും മുഖത്തിനും ഇത് കൊടുക്കാണ്ടുള്ള ഒരുപാട് വേഷക്കാരുണ്ട്. അത് ഞാനതല്ല, ഒരു നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോ അതിനൊരു പ്രത്യേകത വേണം. നാലാന 2 കാതിൽ എന്നാണ് പറയുന്നത്. ആ ഭീകര രൂപത്തെ കാണിക്കുന്നതാണ്. 4 ആനകളെ ഒരു കാതിലിടാൻ പ്രാപ്തി ഉള്ളവൾ എന്നാണ് അതിനെ കൂടെ കാണിക്കുന്നത്. അപ്പൊ ഒരു കാതിൽ 2 ആനകളെ വീതം കാതില് ആഭരണമായിട്ടിടാൻ ശക്തിയുള്ളത്. അപ്പൊ അത്രയും ദീപാകാരം, അത്രയും പവർഫുൾ ആയിട്ടുള്ളതാണ് ഭദ്രകാളി.
ഭഗവതിയുടെ സമയത്ത് ആർപ്പ് വിളിക്കുമ്പോ അവിടെ ഒരു ദേവലോകമായിട്ട് ചിത്രിച്ച് അവിടെ പ്രേക്ഷകരില്ല. ഭഗവതിയുടെ പൂതഗണങ്ങളായിട്ടാണ് പടയോടുകൂടി യുദ്ധത്തിന് പോയത്. ഡംസ്ട്രോം അത് എന്താ സ്റ്റീലാണോ? സ്റ്റീലിന്റെ ആണ്. ഇപ്പൊ സ്റ്റീലിലുള്ള തിളക്കം കൂടുതലിട്ടാണ് സ്റ്റീലിൽ. ഇപ്പൊ നേരത്തെ പിച്ചളായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ലോകം കൊറേ ദിവസം ആകുമ്പോ ഈ മോണ വേന എടുത്ത് തുടങ്ങും ചിലപ്പോ. പിന്നെ ഒരു ശീലവും കൂടെയാണ്. കിരീടം അത്യാവശ്യം നല്ല ഭാരമുള്ളതല്ലേ? എത്രത്തോളം? അങ്ങനെ തൂക്കി നോക്കിയിട്ടില്ല. പിന്നെ നമുക്ക് തന്നെ ആലോചിക്കപ്പോ 2 മടൽ കുരുത്തോല, അതിന്റെ 2 ഭാഗം. അപ്പൊ കീറുമ്പോ മൊത്തം 6 മടൽ കുരുത്തോല അതിനകത്ത് വരും. 3 കുരുത്തോലയുടെ കീറി. ആ 3 മടൽ കുരുത്തോലയ്ക്ക് തന്നെ എത്ര വെയിറ്റ് വരും നമുക്കറിയാം. പിന്നെ ആ മുടിയുടെ വെയിറ്റും കുറയാലും എങ്ങനെയായാലും 6-7 കിലോ വെയിറ്റ് എങ്ങനെയായാലും കുറയാതെ കുറയും. അത് പ്ലാവിന്റെ. അത് ഞാൻ പറയാം, മുഖം പ്ലാവ് മുഖം മസ്റ്റായിട്ടും പ്ലാവ് തന്നെ വേണം. അത് പ്ലാവിന്റെ തടിയിൽ, നിലത്ത് വീഴാത്ത വൃക്ഷത്തിന്റെ തടിയിൽ വേണം കുത്താനൊക്കെ ഒരു ഇതുണ്ട്. ദേവവൃക്ഷമാണ് പ്ലാവ്, അതുകൊണ്ടാണ് അതിനകത്ത് പണിയാൻ ഉദ്ദേശിക്കണമെന്നാണ് പറയണത്. ചില സ്ഥലങ്ങളിലെ ആൾക്കാർ സൈലന്റ് ആയിരിക്കും ഓഡിയൻസ്, ചില സ്ഥലത്ത് നല്ല ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഈ ആക്റ്റീവ് ഓഡിയൻസും അല്ലെങ്കിൽ മേളമൊക്കെ കൂടി വരുമ്പോ തരുന്ന ഒരു എനർജി ഉണ്ടാവല്ലോ, അതിന്റെ ഒരു ഇമ്പാക്ട് പെർഫോമൻസിൽ എത്ര? ആൾക്കാർ ആർപ്പും കുരുവായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകുമ്പോൾ അതൊരു പ്രത്യേക എനർജിയാണ്, നമുക്ക് ഒരു പോസിറ്റീവ്. പക്ഷെ ആരും ആർപ്പ് വിളിക്കാൻ വരാത്ത ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. മേളക്കാരും ഞങ്ങൾ മാത്രമുള്ള സ്ഥലം. പക്ഷെ അവിടെ നമ്മള്
അവരും മുടിയേറ്റ് കാണാനിരിക്കുന്നത് വേറൊരു തലത്തിലാണ്. അപ്പൊ അവർ ഈ ഓഡിയൻസ് ഇല്ല എന്ന് വിചാരിച്ച് നമുക്ക് അവിടെ ഒരു ലാഗ് വരുത്താൻ പറ്റില്ല. അവിടെ അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരില്ലാത്ത കാലത്ത്, നമ്മുടെ അടുത്ത് നിൽക്കാത്ത സ്ഥലത്ത് നമുക്ക് ഹാർഡ് വർക്കാണ്, നമ്മൾ ചെയ്ത് തന്നെ ഉണ്ടാക്കണം. മറ്റേ കുറച്ച് അവരുടെ കൂടെ സപ്പോർട്ട് ആകുമ്പോൾ കുറച്ച് ചെയ്ത്, കുറച്ചല്ല അവരോടും കൂടെ രണ്ടുപേരുടെ അങ്ങനെ എനർജി ആകുമ്പോൾ ഒരു നല്ല എനർജിയാണ്. പക്ഷെ ഇത് നമ്മൾ തന്നെ എനർജി ഉണ്ടാക്കി അവരുടെ കൂടെ അത് എത്തിച്ചേരണം. ഭാരമുള്ള ഒരു കിരീടമാണ് തലയിൽ ഏറ്റിയേക്കണേ. ഉടുത്തുകെട്ടും ഓർണമെന്റ്സും ഒക്കെ ആയിട്ടുള്ള വേഷം, ചുട്ടി. ചൂട് കാലത്താണ് പൊതുവെ ഇത് വരണേലോ മുടിയേറ്റ്. അതും
നിറച്ച ആൾക്കാരാണെങ്കിൽ അത് നീളം ആകെ കൂടി ബഹളം. ചിലപ്പോ ഈ ആൾക്കാർ നമ്മുടെ മേത്തേക്ക് വന്നെന്ന് വരും. അപ്പൊ ചിലപ്പോ നമുക്ക് ഇറിറ്റേറ്റഡ് ആവാം. നമ്മളും എപ്പോഴും ഈ കളിയും ഒക്കെ ഉള്ളതാണോ, ഇറിറ്റേറ്റഡ് ആവാം, ഫ്രസ്ട്രേറ്റഡ് ആവാം. അപ്പൊ അതൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്യാൻ? എന്തെങ്കിലും ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒക്കെ തയ്യാറെടുപ്പ്? ഫിസിക്കലി മെന്റലി എല്ലാം നമ്മൾ അതിന് തയ്യാറായിട്ട് ഇറങ്ങത്തേക്ക് പോകുമ്പോൾ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ പോകുമ്പോൾ. കാരണം ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്ന ഒരാൾ അവൻ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോ അവന് ചവിട്ട് കിട്ടാം, വീഴാം, ഇതെല്ലാം സംഭവിക്കും. ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയാൻ മേലാത്ത പിള്ളേർ ചിലപ്പോൾ കുരുത്തോലെ പിടിച്ച് വലിക്കും പുറകിൽ അതുണ്ടാവാം. മേത്തേക്ക് വന്ന് കയറാം. ഇപ്പൊ മേത്തേക്ക് തൊട്ട് പുറകിലേക്ക് നമ്മുടെ മേത്ത് കയറണമെന്നല്ല, പുറകിൽ നിന്ന് തള്ളുകൊണ്ട് ഇവ മുമ്പിൽ നിൽക്കണം നമ്മുടെ മേലേക്ക് വരണം. അതൊക്കെ പലതും സംഭവിക്കുക. അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു അരങ്ങത്തേക്ക് പോകുള്ളൂ. അല്ലാണ്ട് അവിടെ ചെല്ലുമ്പോ നമ്മള് ഇന്ന് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയർഡായി, അല്ലെങ്കിൽ നമ്മുടെ മൂഡ് മൊത്തം പോകും. പക്ഷെ ഇത് പ്രതീക്ഷിച്ച് നമ്മൾ പോയിട്ട് നമുക്ക് മൂഡ് ഓഫ് വരില്ല. പിന്നെ അങ്ങനെയൊന്നും നോക്കരുത്. കാരണം നമ്മള് പ്രേക്ഷകരില്ലെങ്കിൽ ഒരു കലാകാരനില്ല. അവരാണ് ഈ കലാകാരന്മാരെ വലുതാണ്. അവരില്ലെങ്കിൽ പിന്നെ നമ്മള് പേശലമല്ലൊരു വസ്തുവും ഇല്ലെങ്കിൽ പ്രേക്ഷകനില്ലെന്നാണ്. ഈ ലോകത്ത് ഒരു വസ്തുവും സൗന്ദര്യമുള്ളതല്ല. എല്ലാരും അന്ധന്മാരാണ്. ഈ ലോകത്ത് എന്താ സൗന്ദര്യമുള്ളതല്ല? ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് എന്തെങ്കിലും സൗന്ദര്യം. അപ്പൊ അവരാരും കാണാനില്ലെങ്കിൽ പിന്നെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാ ചെയ്യണേ? അപ്പൊ അവര് വേണം. അവർ പിന്നെ അതൊക്കെ പലതും നേരിടേണ്ടി വരും. അതൊക്കെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. ഒരു സ്പേസ് മാനേജ്മെന്റ്. ഇപ്പൊ ചില അമ്പലങ്ങളില്, സാധാരണ ഭദ്രകാളി അമ്പലങ്ങളിലാണല്ലോ മുടിയേറ്റ് പതിവ്. അപ്പൊ ചില അമ്പലങ്ങളിൽ സ്പേസ് കുറവായിരിക്കും, ചിലയിടത്ത് നല്ല സ്പേസ് ഉണ്ടാവും. അപ്പൊ ആ സ്ഥലങ്ങളിൽ എല്ലായിടത്തേക്കും എത്താന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിരിക്കും വലിയ അമ്പലങ്ങളെ സംബന്ധിച്ച്. അപ്പൊ എങ്ങനെയാ ഒരു സ്പേസ് മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാ? അല്ല, അതൊരു ആർട്ടിസ്റ്റ് അരങ്ങത്ത് ചെന്നാൽ, അല്ലെങ്കിൽ ഒരു കലാകാരൻ അരങ്ങത്ത് ചെന്നാൽ അവിടെ അവനൊരു ഫ്രെയിം ഉണ്ടാകും. ഏതിപ്പോ പുറമേലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ കഥകളി പോലെ സ്റ്റേജ് അല്ലെങ്കിൽ നാടൻ പാട്ടൊക്കെ പുറമേലേക്ക് ഇറങ്ങുന്നവരുണ്ട്. ഈ പുറമേലേക്ക് ഇറങ്ങി ചെയ്യുമ്പോഴും അവൻ ആ ഇറങ്ങുന്ന പ്ലേസിൽ അവനൊരു ഫ്രെയിം ഉണ്ട്. ഇപ്പൊ ഇവിടെ ഈ തിരുമുറ്റത്ത് മൊത്തം നമുക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആളിരിക്കുന്നതും അവൻ കളിക്കുമ്പോൾ ആ വേദി അവിടെ മൊത്തം എത്തി എന്ന് തോന്നത്തക്ക രീതിയില് ഒരു ഫ്രെയിമിൽ എല്ലായിടത്തും എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലായിടത്തും ഹൈ എന്നൊരു തോന്നല് ജനത്തിൽ വരും. മൊത്തം എത്താൻ പറ്റിയെന്ന് വരില്ല. അല്ല, കവർ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയി കവർ ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പൊ അത് ഇപ്പോഴത്തെ ജനത്തിന്റെ മാറ്റം കൊണ്ട് ഈ മരം അറിഞ്ഞ് കൊടിയിടുകയെന്ന് കാരണന്മാര് പറയും. എല്ലാ മരത്തേലും കൊടി പിടിക്കില്ല, അതാണ് മരം. അപ്പൊ എല്ലാരും ഇതായിട്ട് ഉൾക്കൊണ്ടോളുന്നില്ല. ചിലരിത് അകലെ ഇരുന്ന് കാണാൻ മാത്രം ഇരിക്കുന്നവരുണ്ടാവും. അവർക്കൊരു ശല്യം ഇല്ലാണ്ട് ഏറ്റവും പുറകെ പോയി കാണാൻ മാത്രം അവരുടെ അടുത്തേക്ക് നമ്മൾ നിർത്തി പോരും. അവരവിടെ സൈലന്റ് ആയിട്ട് കാണാനിരിക്കുന്നവരാണ്. എന്നാൽ തുള്ളാനും അവർക്ക് അടുത്തൊന്ന് ചെല്ലണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. അവർക്ക് അടുത്ത് നമ്മൾ ചെന്നിരിക്കുക. അത് ഒരു വേഷക്കാരനെ എപ്പോഴും ഒരു പ്രേക്ഷകനെ പഠിക്കുന്ന വിളക്കത്തി ചെല്ലുമ്പോൾ. അതിനു മുമ്പ് അവരെ കാണാനില്ല. വേഷക്കാരൻ വേഷം കിട്ടുന്ന അണിയറയില്ല. അവൻ എന്ന ചെണ്ടക്കാരൻ അതിനു മുമ്പ് അവരെ കാണാനില്ല. പക്ഷെ ഒരിക്കലും ഒരു വേഷക്കാരൻ അരങ്ങത്ത് ചെല്ലുമ്പോൾ പ്രേക്ഷകരെ കാണുന്നു. അവന്റെ മുഖത്തുനിന്ന് അവൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അന്നേരം പഠിച്ചിട്ടുണ്ട്. അതപ്പൊ ചെയ്യണം. ഞാനിവിടെ ചെയ്യണവരായിരിക്കില്ല നാളെ ചെയ്യണം. നാളത്തെ പ്രേക്ഷകർ ഇവിടുത്തെ പ്രേക്ഷകരല്ല. ആ പ്രേക്ഷകർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുകയാണ് ഒരു കലാകാരന്റെ ധർമ്മം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പഠിച്ചത് ഇന്നോണാണ്, അത് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുന്ന കലാകാരൻ പരാജയപ്പെടുന്ന എനിക്ക് തോന്നുന്നു. കാരണം അതല്ല, ഏത് കൊച്ചുകുട്ടിയായാലും മുതിർന്ന കലാകാരനായാലും അവനവന്റെ മനസ്സിന്റെ ഒരു മനോധർമ്മമുണ്ട്, അല്ലെങ്കിൽ ഓരോ ഐഡിയ ഉണ്ട്. അത് പ്രസന്റ് ചെയ്യുമ്പോഴാണ് അവന്റെ യഥാർത്ഥ കലാകാരനാണ്. അപ്പോഴേ അത് വിജയിക്കൂ.
ഇപ്പൊ ഈ ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് ജൂനിയറിനും സീനിയറിനും ഇതൊരു റിസർച്ചാണ് ശരിക്കും. പുതിയ സംഭവം അമ്മദിവാരാധനയുടെ പുതിയ മുഖങ്ങൾ നമ്മൾ കണ്ടെത്തുക. അപ്പൊ അത് ആരാധനയുടെ ഭാഗമായിട്ട് ഇത് തന്നെ ഇപ്പൊ നമ്മുടെ ഇവിടെ മുടിയേറ്റ് മറ്റേ ചേലക്കര ഭാഗത്തേക്ക് പോയിരുന്നെങ്കിൽ കാളികാരിയെ, തെക്കോട്ട് പോയ മുടിയെടുപ്പ്, മുടിപ്പേച്ച്, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ അമ്മ ദൈവാരാധനയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. അങ്ങനെ വരുമ്പോൾ അതൊരു റിസർച്ചിന്റെ സ്വഭാവം തന്നെയാണ്. റിസർച്ചാണ് ശരിക്കും, പുതിയത് കണ്ടെത്തുകയാണ്.
അല്ല, എനിക്ക് മുടിയിലെ എല്ലാ വേഷവും ഒരുപോലെ ഇഷ്ടം. മുടിയിലെ 7 വേഷവും തുല്യ പ്രാധാന്യമുള്ളതെന്ന് വിചാരിക്കുന്നതാണ്. കാരണം തുല്യ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കും ശിവനും നാരദനും നോക്കിയോ, അത് ചെറിയ കഥ അല്ല. ശിവനും നാരദനായിട്ട് തുടങ്ങാൻ പറ്റില്ല. അപ്പൊ അവർ മെയിൻ പറഞ്ഞത് ശിവനിൽ തന്നെ എല്ലാം തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ പഠന വിഷയമായിട്ട് എല്ലാം തുല്യ കഥാപാത്രം. പക്ഷെ ഈ കാളി നമുക്ക് കൂടുതൽ അഭിനയ സാധ്യത, അല്ലെങ്കിൽ കൂടുതൽ രൗദ്ര, അല്ലെങ്കിൽ ആ ഭഗവതിയുടെ കൂടുതൽ അടുക്കാൻ പറ്റുക, ഇതൊക്കെ ഒരു ഭയങ്കര ഒരു കാര്യമാണ്. പക്ഷെ ധാര്യം ചെയ്തുകൊണ്ടപ്പോ ഞാൻ എന്റെ കാര്യവേഷം വിജയിക്കണം മാത്രം വിചാരിക്കാം. കാളിയേക്കാരും ഒന്നുകൂടെ വിജയിപ്പിക്കാൻ കാര്യവേഷം വിജയിക്കണം എന്ന് വിചാരിച്ചേക്കുന്ന ആളാണ്. നമ്മൾ ഏത് വേഷം കിട്ടുന്നു അതായിരിക്കണം അന്ന് അവിടെ പോകുന്നത്. അങ്ങനെ എന്റെ ഒരു ചിന്ത. ഞാൻ പന്തം പിടിക്കുകയാണെങ്കിൽ അന്ന് പന്തക്കാരനായിരിക്കും അവിടെ അറിയുന്നത്. അത് മൈനർ വേഷോ ജൂനിയർ വേഷോ അല്ലെങ്കിൽ സീനിയർ വേഷോ അതല്ല. നമ്മൾ എന്ത് ചെയ്താലും ഏത് ചെറിയ ക്യാരക്ടർ ഇട്ടാലും ചെയ്യണം. ആ ചെയ്യുന്ന ക്യാരക്ടർ അന്ന് അതായിരിക്കണം അവിടെ ഹൈലൈറ്റ്സ് ആയിട്ട് കിട്ടണം. അതാണ് നമ്മൾ എന്ത് വേഷം നമ്മുടെ സീനിയർ നമുക്ക് ജൂനിയർ വേഷം കെട്ടിട്ട് വരും. അപ്പൊ ആ ജൂനിയർ വേഷം കെട്ടണമില്ല, അത് ജനത്തിന്റെ മനസ്സിൽ സ്ഥാനം കൊടുക്കണം. അത് സ്ഥാനം പിടിക്കാൻ പറ്റും. അത് ഏത് കിട്ടിയാലും ചെയ്തോളണം. അവസരങ്ങൾ കളയരുത്. അവസരങ്ങൾ കളയാണ്ട് കിട്ടുമ്പോൾ ഏത് വേഷം ചെയ്താലും അത് എപ്പോഴെങ്കിലും നമ്മൾ കഥാസന്ദർഭത്തിൽ മുഴുവൻ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ നമ്മളുടേതായിട്ട് എന്തെങ്കിലും അവിടെ നമ്മൾ ഇട്ട് കൊടുത്തേക്കാം. ആ ഇട്ട് കൊടുക്കുമ്പോൾ അത് ജനത്തിന്റെ മനസ്സിൽ നിൽക്കും. അപ്പൊ നമ്മുടെ വേഷം തൃപ്തി വരും. Nabi. മന്ത്രിമാർ മുനികൾ വിന്നോ പരാപരമറിഞ്ഞുപോയി അന്തകനുവെന്ന് ഹരിമയനുവെന്ന് എന്തറിഞ്ഞു വേണേ. പടം നയിക്കാനായി 2 വേഷം മാറി വരുന്ന സങ്കല്പം. പിന്നെ നമ്മുടെ സംസ്കൃത നാടകത്തിലെ കൂട്ടറാറിന്റെ സ്ഥാനമാണ് മുടിയേരിൽ കോയമ്പാടുള്ളത്. അത് ആദ്യം ഇട്ടിരുന്നു, ഒരു മറ്റുപാട്ട് ഇട്ടിരുന്നു. നാം പ്രീത തന്നെ കൂട്ടിയോ മാ അത് വേണ്ടതാണ് മാ മാ അത് വേണ്ടതാണ്.
എന്നു ചില മന്ദിരങ്ങൾ മാ സഹിത കണ്ടാൽ മുമ്മ തത്വം ഞാനേതെന്നു ചില തർക്കങ്ങൾ ചെയ്യുമാറില്ല പാർത്താൽ മാ പനിമാറ്റി ചൂടോ പരമശിവന്താൻ പരിചോടുവാരണ വടിപൂച്ച മഞ്ഞു പനിമാല മകളും പിടിയുടെ വടിവാൻ ഇരുപേരുമായി വടിവോടു ചെന്നു ഇരുപേരുമായി വടിവോടു ചെന്നു കാനനമകമ്പൂ ഹിതമോടു ചെന്നു കല്ലുകൾ കൊത്തി കൊമ്പു പോളിച്ചു കാറാ എന്നു കാരഞ്ഞു നാടന്നു കാറാ എന്നു കാരഞ്ഞു നാടന്നു കണ്ട മരങ്ങൾ തകർത്തു പോളിച്ചു ജലമതിൽ മുങ്ങി മുങ്ങി വർന്നു മദനസൂര കൊണ്ടവസരാ കൊണ്ടു മദനസൂര കൊണ്ടവസരാ കൊണ്ടു മലനീരായിടയിൽ ചെന്നു പൂണർന്നു മലമകൾ കുതിരേ ഗർഭം നിന്നു അന്നു തുടങ്ങി സ്വഭാവ വിശേഷം കുംഭിഭൂഗവൻ ഗണപതിനാഥൻ അൻപോടെനിക്കു നക്കണമിന്ന് പന്തലിലഴകിയ മുടിയേറ്റുന്നു ഭക്തി കുറിച്ചുതു നക്കണമിന്ന്